അന്യഅമത്തുൽ കുബ്ര അലൽ ആലം, ലോകത്തിൻ്റെ മേലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഫി മൗലിദി സയ്യിദി വുൽദി ആദം, ആദം സന്തതികളുടെ നേതാവിൻ്റെ ജനനത്തിലാണ് എന്ന ശീർഷകത്തിൽ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി അശ്ശാഫിഈ റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥം. അതിൻ്റെ തുടക്കം അൽഹംദുലില്ലാഹില്ലദി നവ്വറ വഖവ്വ ഹാദിഹിൽ ഉമ്മത്ത ളഈഫ ബിവുജൂദി മുഹമ്മദിൻ സയ്യിദുൽ മുർസലീൻ. മുർസലീങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ദുർബലമായ ഈ സമൂഹത്തെ ശക്തിപ്പെടുത്തി പ്രകാശിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദി അൽബസഹുല്ലാഹു താജൻ നുബുവത്തി വജഅലഹു നബിയൽ അംബിയായി, അംബിയാക്കളിലെ ഒരു നബിയാക്കുകയും നുബുവത്തിൻ്റെ കിരീടം ധരിപ്പിക്കുകയും ചെയ്ത അള്ളാഹു. വ ആദമു മുൻജദിലും മുൻദമിജും ഫിത്തീനി, മണ്ണിലായി കിടന്നിരുന്ന ആദമിൻ്റെ ആ സമയത്ത് ഇവിടെ നബിയായിട്ട് റസൂലുള്ളാനെ നുബുവത്തണിയിക്കുകയുണ്ടായി. ഇസ്തഫാവു ഹബീബൻ ത്വബീബൻ ഖുസൂസൻ മിൻ ബൈനി ഹാദിഹിൽ ഉമൂമി അജ്മഈൻ, ലോകർക്കിടയിൽ ഹബീബായി, അവർക്ക് വിശേഷപ്പെട്ട ഒരു വൈദ്യനായി, ഡോക്ടറായി തെരഞ്ഞെടുക്കുകയുണ്ടായി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് അല്ലാഹു പറഞ്ഞു. നവ്വഹത് ബിമജീഇഹി അൽ കുതുബുൽ മുനസ്സല മിനൽ ഹയ്യി സ്വമദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാൻ്റെ വരവിനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ മുന്നറിയിപ്പ് നൽകി. ശേഷം വരാൻ പോകുന്ന അഹ്മദ് എന്ന പേരിലുള്ള റസൂലിനെ കൊണ്ട് സുവിശേഷ വാർത്ത അറിയിച്ചു. ഫാഷാറത്ത് ഇലാ തഫ്സീലിഹി ബിശുമൂമിൽ മുഫദ്ദലീന വലം യതദബ്ബർ ദാലിക ബിമുഖ്തദൽ ഖാബിസി വൽ ഉമ്മത്തിൽ മുഹമ്മദിയ്യീന അന്നാ ലഹുമുദ് ദിക്റ വഖദ് ജാഅഹും റസൂലും മുബീൻ. അതിൻ്റെ ഏറ്റവും വലിയ പോരിശക്ക് അർഹതപ്പെടുന്നത് അത് ഉമ്മത്ത് മുഹമ്മദിയാണ്. ഇഖ്തസമ അൽ മലഉൽ അഅല ഫി ഗായത്തി മബ്ലഗി ഇൽമിഹി വലം യസിലിൽ അംബിയാ ഇലാ ബഅദി തഅരീഫിഹി ബിറസ്മിഹി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സുജൂദിൻ്റെ രഹസ്യമായിരുന്നു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, റബ്ബെ അവരിലേക്ക് ഒരു റസൂലിനെ അയക്കണേ എന്ന് പറഞ്ഞ ആ റസൂലാണ്. ഒമാ സ്വാഹിബുക്കും ബി മജ്നൂൻ, നിങ്ങളുടെ ആള് ഭ്രാന്തനല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ റസൂലിൻ്റെ ആയുസ്സിനെക്കുറിച്ച് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞു. ലഅംറുക, തിരുദൂതരെ, അങ്ങയുടെ ജീവിതത്തിൻ്റെ ആയുസ് തന്നെയാണ് സത്യമെന്ന് വിശുദ്ധ ഖുർആനിൽ റസൂലിൻ്റെ ജീവിതത്തെ സത്യമാക്കി പറയുകയുണ്ടായി. വകാന അവ്വലു മാ ഖലഖല്ലാഹു നൂറ നബിയിക യാ ജാബിർ, ജാബിറെ, നിന്റെ നബിയുടെ നൂറാണ് ആദ്യമായി അള്ളാഹു പടച്ചത് എന്ന് പറഞ്ഞ ലോകത്തെ സകല നബിമാരും റസൂലുള്ളാഹിനെ പിടിച്ച് അവർ വാഗ്ദാനം ചെയ്യുകയുണ്ടായി, കരാർ സ്വീകരിക്കുകയുണ്ടായി. മാകാന മുഹമ്മദുൻ നബാ അഹദിൻ മിൻ റിജാലിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എല്ലാ ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളുടെയും സിറുകളുടെ സിറായ രഹസ്യങ്ങളുടെ രഹസ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ളവർക്ക് അവലംബിക്കാനും ഹാക്കിമാക്കാനുമുള്ള ഒരിടമാണത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് വസീലത്തുൽ മുദ്നിബീൻ, തെറ്റു ചെയ്ത ആളുകൾക്ക് ചെന്നു ചേരാനുള്ള ഒരു വസീലയാണ്, മാധ്യമമാണ്. വലോ അന്നഹും യളലമു എന്നുള്ള വാചകം അതിൽ കാണാൻ കഴിയും. ഇങ്ങനെ വിശദീകരിച്ച് തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണി 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 പറഞ്ഞതിന് ശേഷം ഫസ്ലുൻ ഫി ബയാനി ഫദ്ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഗ്രന്ഥത്തിൽ ഇബ്നു ഹജറുൽ ഹൈത്തമി തിരുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷത്തിൻ്റെ സവിശേഷതയും പുണ്യവും വിവരിക്കുന്ന ഒരധ്യായത്തിൽ പറയുന്ന ആദ്യത്തെ വാചകം ഖാല അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. തിരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിൻ്റെ പേരിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ, ആ പാരായണം ചെയ്യുന്നതിനായി ഒരു ദിർഹമെങ്കിലും ചെലവാക്കി കഴിഞ്ഞാൽ കാന റഫീഖി ഫിൽ ജന്ന, എൻ്റെ കൂടെ സ്വർഗത്തിൽ അവനുണ്ടാകുമെന്ന് പറയുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരു റസൂലിൻ്റെ ജനനത്തെ ആദരിക്കുന്നവൻ ഫഖദ് അഹ്യൽ ഇസ്ലാം, ഇസ്ലാമിനെയാണ് അവന് ജീവൻ നൽകിയിരിക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി, തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണം ചെയ്യാൻ ഒരു ദിർഹമെങ്കിലും ചെലവാക്കിയാൽ ഫകഅന്നമാ ഷഹിദ ഗസ്വത ബദ്രിൻ വ ഹുനൈൻ, ബദ്ർ യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലും പങ്കെടുത്തവനെ പോലെയാണ്. അലി റളിയല്ലാഹു അൻഹു കറമല്ലാഹു വജ്ഹ പറഞ്ഞത്, മൻ അല്ലമ മൗലിദൻ നബിയ്യി വകാന സബബൻ ലിഖിറാഅത്തിഹി, തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആദരിക്കുകയും അത് പാരായണം ചെയ്യുന്നതിന് കാരണക്കാരനാവുകയും ചെയ്തു കഴിഞ്ഞാൽ, ലാ യഖ്റുജു മിനദ് ദുനിയ ഇല്ലാ ബിൽ ഈമാനി, ഈമാനോടുകൂടെയല്ലാതെ ഈ ലോകത്ത് നിന്ന് അവൻ വിട പറയൂല. വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബിൻ, വിചാരണ കൂടാതെ സ്വർഗപ്രവേശനമുണ്ട്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നത്, വദിത്തു, എൻ്റെ വലിയ ആഗ്രഹം, ലൗകാനലി മിസ്ലു ഉഹുദിൻ ദഹബൻ, ഉഹുദ് മലയെ പോലെ സ്വർണമുണ്ടാവുകയാണെങ്കിൽ ഫഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനു വേണ്ടി മൗലിദ് പാരായണം ചെയ്യാൻ ഞാൻ അത് ചെലവഴിക്കുമായിരുന്നു. ജുനൈദുൽ ബഗ്ദാദി ഖദ്ദസല്ലാഹു സിർറഹു പറഞ്ഞത്, മൻ ഹദറ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരു റസൂലിൻ്റെ മൗലിദിൽ പങ്കെടുത്തവൻ, വ അല്ലമ ഖദ്റഹു, അതിൻ്റെ മഹത്വത്തെ ആദരിക്കുകയും ചെയ്തവൻ, ഫഖദ് ഫാസ ഫിൽ ഈമാൻ, ഈമാന് കൊണ്ട് അവൻ വിജയിച്ചിരിക്കുന്നു. മഅറൂഫുൽ കർഖി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞത്, മൻ ഹയ്യ ത്വആമൻ ലി അജ്ലി ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജമ ഇഖ്വാനൻ, ആളുകളെ ഒരുമിച്ച് കൂട്ടി വിളക്ക് കത്തിച്ച് തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് പാരായണം ചെയ്യുന്നതിന് വേണ്ടി ഭക്ഷണം ഒരുക്കിയവൻ, വലബിസ ജദീദൻ, പുതുവസ്ത്രം ധരിച്ച്, വതബഖറ, പിന്നെ സുഗന്ധ പരിമളമാക്കി, വതഅത്തറ, അവൻ അത്തർ പൂശി, തഅദീമൻ ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിൽ ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ട് ചെയ്താൽ, ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഅൽ ഫിർഖത്തിൽ ഊല മിനൻ നബിയീന, നബിമാരിലെ ആദ്യ നിരക്കാരോടൊപ്പം അവനെ ഒരുമിച്ച് കൂട്ടും. വകാന ഫി അല ഇല്ലിയ്യ, സ്വർഗലോകമാകുന്ന ഇല്ലിയീൻ്റെ ഏറ്റവും അത്യുന്നതമായ ലോകത്തായിരിക്കും അവനുണ്ടാകുക. ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞത്, മാമിൻ ഷഖ്സിൻ ഖറാ മൗലിദൻ നബി, തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണം ചെയ്തവൻ, അലാ മിൽഹിൻ ഔ ബുർരിൻ ഔ ഷൈഇൻ ആഖറ മിനൽ മഅകൂലാത്തി, എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്തുകൊണ്ട്, അത് ഉപ്പാണെങ്കിലും ഒരു മണി ഗോതമ്പാണെങ്കിലും മറ്റെന്തെങ്കിലും തിന്നുന്ന വസ്തുക്കൾ, ഇല്ലാ ലഹറത്ത് ഫീഹിൽ ബർക്കത്ത് വഫീ കുല്ലി ഷൈഇൻ, എല്ലാത്തിലും ബർക്കത്തുണ്ടാകും എന്നുള്ളതാണ്. വസല ഇലൈഹി മിൻ ദാലിക്കൽ മഅകൂൽ
ഫൈനഹു യൽതരിബു വലാ യസ്തഖിർ ഹത്താ യഗ്ഫിറല്ലാഹു ലിആക്കിലിഹി. അങ്ങനെ ആ ഭക്ഷണം എത്തുന്ന എല്ലാവരും അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ നിർബന്ധിതരാവുകയും ചെയ്യും. വൈൻ കുരിയ മൗലിദുൻ നബി സല്ലല്ലാഹു അലാ മാഇൻ, ഒരു വെള്ളത്തിൻ്റെ മേലിൽ റസൂലുള്ളാഹിൻ്റെ മൗലിദ് ഓതിക്കഴിഞ്ഞാൽ ഫമൻ ശരിബ മിൻ ദാലിക്കൽ മായി, ആ വെള്ളം കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദഖല ഖൽബഹു അൽഫ നൂരിൻ വറഹ്മത്തിൻ, 1000 നൂറും റഹ്മത്തും അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും. വഖറജ മിൻഹു അൽഫു ഗില്ലിൻ വഗില്ലത്തിൻ, ആയിരക്കണക്കിന് രോഗങ്ങളും അവൻ്റെ മനസ്സിൻ്റെ വ്യാധികളും ഒഴിവായി പോകും. വലായ മൂത്തു ദാലിക്കൽ കൽബ് യൗമ തമൂത്തുൽ ഖുലൂബ്, ഹൃദയം മരണമടയുന്ന സമയത്ത് അവൻ്റെ ഹൃദയം മരണമടയുകയില്ല. വമൻ ഖറ മൗലിദൻ നബിയ്യ അലാ ദറാഹിമ മസ്കൂക്കത്തിൻ ഫില്ലത്തിൻ കാന ഔ ദഹബൻ വഖലതത്തിൽ കദ്ദറാഹിമു ബിഗൈരിഹ വഖാത് ഫീഹൽ ബറകത്തു. ഏറ്റവും ചെറിയ ദിർഹമുകൾ, വെള്ളിയുടെയോ സ്വർണത്തിൻ്റെയോ, അത് മറ്റ് ദിർഹമുകളുമായി ഒരുമിച്ച് കൂട്ടി മൗലിദോതി കഴിഞ്ഞാൽ അതിൽ ബർക്കത്തുണ്ടാകും. ആ വ്യക്തിക്ക് ദാരിദ്ര്യം വരികയില്ല, അവൻ്റെ കൈയൊഴിയുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിൻ്റെ ബർക്കത്ത് കൊണ്ട്. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, മൻജമഅ ലി മൗലിദിൻ നബിയ്യി ഇഖ്വാനൻ വഹയ്യ ത്വആമൻ, തിരു റസൂലിൻ്റെ മൗലിദിന് വേണ്ടി സഹോദരന്മാരെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം ഒരുക്കി, അതിനുവേണ്ടി പ്രത്യേക സ്ഥലം ഒരുക്കി, നല്ല പ്രവൃത്തികൾ ചെയ്ത് അത് പാരായണം ചെയ്യാൻ ഒരാൾ കാരണക്കാരനായാൽ അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ദീഖ്, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടുകൂടെ അവൻ ഒരുമിച്ച് കൂട്ടും എന്ന് മാത്രമല്ല സ്വർഗലോകത്ത് നഈമിലായിരിക്കും അവനുണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിരവധി മഹാന്മാരുടെ കൗലുകൾ മൗലിദിൻ്റെ മഹത്വത്തെ വിശദീകരിച്ചുകൊണ്ട് അന്യാമത്തുൽ കുബറ അലൽ ആലം ഫി മൗലിദി സയ്യിദി ഉൽദി ആദം ലിൽ ഇമാമിൽ ആലിമിൽ അല്ലാമ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തുഹ്ഫ പോലത്തെ മഹത്തായ ഗ്രന്ഥം എഴുതിയ മഹാനാണ്. ആ മഹാനവറുകൾ എഴുതിയ ഈ ഗ്രന്ഥം അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പൂർത്തിയായിട്ടുള്ളത് വായിക്കാൻ ഇൻഷാ അല്ലാഹ് പിന്നീടൊരവസരത്തിൽ നമുക്ക് ശ്രമം നടത്താം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. തിരു റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറും ഒളിവും കാണുന്നതിനായി, അവിടുത്തെ വുജൂദിനെ ആഘോഷിക്കാനും വുജൂദിനെ, അവിടുത്തെ സാന്നിധ്യത്തെ, എന്നെന്നുമുള്ള സാന്നിധ്യത്തെ ആദരിച്ച് ബഹുമാനിച്ച് അതിനുവേണ്ടി മനസ്സിൻ്റെ ഉള്ളിൽ കുടിയിരുത്തുന്ന ആദരവ് നിലനിർത്തി അവിടുത്തോടുള്ള സ്നേഹവും ബന്ധവും അവിടുത്തെ നൂറും നമുക്ക് അല്ലാഹു പകർന്നു നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.